ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നക്ഷത്ര. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 7 മാസത്തോളം ആയിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അതൊരു വളരെ വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. എനിവേയ്സ്, ഫൈനലി ഗൈസ്, ഐ ആം ബാക്ക്. സംഗതി പ്രത്യേകിച്ചൊന്നും ഇല്ല, ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്തതാണ്. കുറച്ച് കാലം യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തൊരു ബ്രേക്കായിരുന്നു. അതായത് ലൈഫൊക്കെ ഒന്ന് ആദ്യം സെറ്റ് ആക്കിയിട്ട് എനിക്കിപ്പോൾ അങ്ങനെ റുട്ടീനൊന്നുമില്ല. ലൈക്ക് ആകെ അലങ്കോലായി കിടക്കുകയാണ്. ലൈക്ക് തോന്നിയ നേരത്ത് എനിക്ക് തോന്നിയ നേരത്ത് കിടക്കുക, ഫുൾ ടൈം ഫോൺ, എനിക്ക് തോന്നിയ നേരത്തൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ഒരു ഓർഡർ ഇല്ല ലൈഫിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ലൈഫ് ഞാനൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് കടക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ വിചാരിക്കലും പ്ലാനിങ്ങും മാത്രമേ ഉണ്ടായുള്ളൂ, അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല. അപ്പം അങ്ങനെ ഓരോ മാസം അങ്ങനെ കഴിഞ്ഞു. ലൈക്ക് അങ്ങനെ അടുത്ത മാസം സെറ്റാക്കാം, അങ്ങനെ സെറ്റാക്കി പ്ലാനൊക്കെ ചെയ്ത് പ്ലാനിങ് മാത്രമേ ഉണ്ടായുള്ളൂ. എന്നിട്ട് അങ്ങനെ ഓരോ മാസം കടന്നു പോയി. ഇപ്പോൾ അതെ 6-7 മാസം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. കാരണം എന്താ, ആദ്യം ഇതൊന്ന് സെറ്റായിട്ട് ലൈഫൊന്ന് സെറ്റാക്കിയിട്ട് വേണമല്ലോ എനിക്ക് യൂട്യൂബിലേക്ക് കിടക്കാൻ. ഇത് സെറ്റാവണ്ടേ? ഇത് സെറ്റായില്ല. എല്ലാം പ്ലാനും 3G. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇതിപ്പോൾ എന്നിട്ടിപ്പോൾ ഉണ്ടായി. എന്നിട്ട് ഈ നേരം യൂട്യൂബിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും വല്ല ഉപകാരം ഉണ്ടായേനെ. ഇതിപ്പോൾ അതും നടന്നില്ല. പഠിപ്പും റുട്ടീൻസൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞ പ്ലാൻ അതും നടന്നില്ല, ഇതും നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പം എല്ലാം ഒരു നല്ല രീതിയിൽ പോയത് കൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, ഇനി എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം എത്ര കാലം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ലൈഫ് ചേഞ്ച് ആവണ വരെ, അല്ലെങ്കിൽ ഞാൻ നന്നാവണ വരെ ഇങ്ങനെ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ വെച്ചാൽ പിന്നെ ഈ അടുത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളൊരു ബോധം എനിക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഞാൻ ലൈക്ക് ഐ ആം ഡൺ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹൗ ലോങ് എന്നാലോചിക്ക്, എത്ര കാലം ഞാൻ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വെക്കേഷന് ഇനി ഒന്നും പറയണ്ട, ഒന്നും കേൾക്കണ്ട. വെക്കേഷൻ ഇനിയിപ്പോൾ അതെ, ഞങ്ങൾക്കിപ്പോൾ വെക്കേഷനാണ്. എന്തായാലും എനിക്ക് തിരിച്ച് യൂട്യൂബിലേക്ക് വരണം. ആൻഡ് അതൊരു റീസൺ ആയിരുന്നു ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിനുള്ളത്. പിന്നെ എനിക്ക് വേറൊരു റീസൺ കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെന്തോ എൻ്റെ കണ്ടൻറ്റിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സുഖം തോന്നണില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റണത്. ഞാൻ ഇങ്ങനെ നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ പോലെ പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെ സ്റ്റഡി വിത്ത് മീ, സ്റ്റഡി ടിപ്സ്, മോട്ടിവേഷണൽ വീഡിയോ, അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ ഒക്കെ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നീട് ഞാൻ ഒരു 14-15 പണ്ടേ തൊട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ, ഇങ്ങനത്തെ വീഡിയോസ് ഇടാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ 10th ഒക്കെ ആയി. അപ്പോൾ പിന്നെ മെയിൻ എക്സാമൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പിന്നെ വിചാരിച്ചില്ല. 15ാമത്തെ വയസ്സിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ 16ാമത്തെ വയസ്സിൽ തുടങ്ങി വെച്ചു യൂട്യൂബ് ചാനൽ. കാരണം പിന്നെ വൈകി കഴിഞ്ഞ് എനിക്ക് പിന്നെ റിഗ്രറ്റ് തോന്നും, എന്തുകൊണ്ടാണ് ഞാൻ മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ടിരുന്നതെന്നുള്ള റിഗ്രറ്റ് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ഇടാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വീഡിയോസ് ഇടാം, എന്നാൽ വ്ളോഗ് ഇടാം എന്നുകൊണ്ട് അങ്ങനെ വ്ളോഗ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ പിന്നെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് എന്തോ, ആ വീഡിയോസ് കാണിക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം ബീയിങ് മൈ സെൽഫ്. ലൈക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഞാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും കാലം ഞാൻ വീഡിയോസൊക്കെ ചെയ്തത് ഫേക്ക് ആയിട്ടാണോ? അല്ല, ഫേക്ക് ആയിട്ടല്ല. പക്ഷെ എന്തോ എനിക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാനായിട്ടിരിക്കണ പോലെ തോന്നുന്നില്ല. എന്തോ എന്തോ അങ്ങനെ എന്തോ ഒരു ഇത്, അങ്ങനെ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെയൊക്കെ ഭയങ്കര മോട്ടിവേഷണൽ വീഡിയോസ്, അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഇടാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. കാരണം അന്നൊക്കെ ഞാൻ പിന്നെ വല്ല പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഇല്ല. ഇപ്പം ഞാൻ ഞാൻ തന്നെ തോന്നിയ നേരത്ത് വല്ലപ്പോഴൊക്കെ ഇരുന്ന് പഠിക്കുള്ളൂ. ചിലപ്പോൾ എല്ലാ ദിവസവും പഠിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പഠിക്കില്ല. അപ്പോൾ ഫോണിലാണ്, കുറേ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും, ലേസിനെസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ അങ്ങനത്തെ ഗൈസ് ഹൗ ടു ബിക്കം മോർ പ്രൊഡക്റ്റീവ്, എങ്ങനെയാണ് സ്റ്റഡി ടിപ്സ് തരാനുള്ള
ടിപ്സ് ഒന്നും എൻ്റെ കയ്യിൽ, കാരണം ഞാൻ തന്നെ വല്ലപ്പോഴും പഠിക്കുക. അപ്പോൾ അങ്ങനെ ടിപ്സ് തരാനുള്ളൊരു അർഹത എനിക്കില്ല. കാരണം ഞാൻ തന്നെ ഒരു ലേസി ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഹൗ ടു സ്റ്റോപ്പ് ലേസിനെസ് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറയാനും എനിക്ക് റൈറ്റ് ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അപ്പോൾ ഇങ്ങനത്തെ ഓരോ റീസൺസൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് കുറച്ച് കാലത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം യൂട്യൂബ്. എന്നിട്ട് നീ നിൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യൂ നക്ഷത്ര. എന്നിട്ട് നീ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യൂ ഗൈസ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങളെല്ലാം ഒന്ന് ശരിയായി, നമ്മുടെ ഈ സർക്കംസ്റ്റാൻസസ്, ഈ സിറ്റുവേഷൻസൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യാം. എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്ന ഈ ജന്മത്ത് നിങ്ങൾ ഒരു കാര്യവും ചെയ്യലുണ്ടാവില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോവുക. കാരണം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പോവുക അടുത്ത മാസം, അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നിട്ടൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നും. പിന്നെ നിങ്ങളിങ്ങനെ മാറ്റി വെച്ച് പിന്നേക്ക് വെച്ച് ഇപ്പോൾ എൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ആവാം, ഇമ്പ്രൂവ് ആവാം എന്ന് പറഞ്ഞ് ഓരോ മാസം പിന്നത്തേക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഇതിപ്പോൾ എന്തായി, കുറേ മാസം വേസ്റ്റായി എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ, ഞാനിപ്പോൾ 6 മാസമായല്ലോ, ഇത്രയും ഗ്യാപ്പ് ആയല്ലോ, ഈ 6 മാസമായി കംപ്ലീറ്റ്ലി വേസ്റ്റഡ് സക്സസ്ഫുള്ളി അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ വി വിൽ ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും ഗൈസ്. ഇനി ഞാൻ എന്ത് ടൈപ്പ് വീഡിയോസാണ് പോസ്റ്റ് ചെയ്യുന്നത്, എന്ത് മാറ്റമാണ് ഞാനിങ്ങനെ എൻ്റെ കോണ്ടൻറ്റിൽ വരുത്താൻ പോകുന്നത്? ഇനി പണ്ടത്തെ പോലെ വ്ളോഗ് പോസ്റ്റ് ചെയ്യും? അഫ്കോഴ്സ് ഞാൻ വ്ളോഗുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്ത് ടൈപ്പ് മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ വരുത്താൻ പോണേ? അങ്ങനത്തെയുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പോണത്, ഞാനിപ്പോൾ എൻ്റെ പ്ലാൻ ചെയ്തേക്കുന്നത് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം എൻ്റെ ലൈഫൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇങ്ങനത്തെ വല്ല സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, മോട്ടിവേഷണൽ വീഡിയോസ്, വല്ല ടിപ്സൊക്കെ തരുന്ന വീഡിയോസൊക്കെ ഇടാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതെന്തായാലും വർക്കായില്ല. ഞാനിപ്പോഴും ടൈം കുറേ വേസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ തന്നെ രാവിലെ തോന്നിയ നേരത്തെ എനിക്ക് ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. അപ്പം ഞാൻ ആലോചിക്കുക, ഞാൻ എന്തിനാ ഈ എല്ലാം ശരിയായതിന് ശേഷം, എല്ലാം ഒന്ന് സെറ്റായി, ലൈഫ് ഒന്ന് പെർഫെക്റ്റായി, ഇപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയാൻ വെച്ചാൽ ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നാലും എല്ലാം ഒന്ന് ശരിയായതിന് ശേഷമൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും അത് ശരിയായതിന് ശേഷം നിങ്ങൾക്ക് വല്ല ടിപ്സ് തരാനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എന്തിനാ അങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ഞാൻ. അതിന് പകരം ഞാനിപ്പോൾ എങ്ങനെയാണോ, ഇപ്പം എന്താണോ, എന്ത് രീതിയിലാണോ ഞാൻ ഇരിക്കുന്നത്, ആ രീതിയിൽ തന്നെ വീഡിയോസ് ഇടാം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചാണ്. ഞാൻ അങ്ങനെ ഇട്ടാൽ പോരെ, എന്തിനാ എല്ലാം ശരിയായതിന് ശേഷം വീഡിയോ ഇടുന്നത്? അപ്പോൾ കുറേ പേർക്കായാലും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണത്, റിലേറ്റബിൾ ആയിട്ട്. കാരണം എൻ്റെ പോലെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പോലെയുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എന്താ റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഇനി അഥവാ ഞാൻ ഇങ്ങനത്തെ കുറേ ഞാൻ എപ്പോഴും ഐ ട്രൈ ടു ഇമ്പ്രൂവ്, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ എന്തെങ്കിലും ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ഈ കാണുന്ന ആളുകൾക്ക് എന്താ, ഈ കുട്ടി എൻ്റെ പോലത്തെ തന്നെ കുട്ടി തന്നെയാണ്, എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് ലൈഫ് ഇമ്പ്രൂവ് ആവാനായിട്ട്, അപ്പോൾ ഞാൻ ചെയ്ത് തുടങ്ങാലേ എന്നുള്ളൊരു ഫീല് വരും. മനസ്സിലായ? അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക. ഇതിലൊരു മോട്ടിവേഷൻ എന്ന് ഞാൻ പറയണില്ല, കാരണം മോട്ടിവേഷൻ വീഡിയോസ് ഒന്നുമല്ല. കാരണം ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ആരും അല്ല. ഐ എം വെരി സക്സസ്ഫുൾ പേഴ്സൺ, ഐ എം എ CEO അങ്ങനെയൊക്കെ. ഞാൻ വലിയ ആളൊന്നുമല്ല മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഒരുമാതിരി ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം? അപ്പോൾ മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്കൊരു നിങ്ങൾ യു ആർ നോട്ട് അലോൺ ഇൻ ദിസ് ജേർണി. നമ്മളിപ്പോഴും നമ്മുടെ ലൈഫിലത്തെ കാര്യങ്ങൾ ഇപ്പോഴും വി സ്റ്റിൽ ഡോണ്ട് ഫിഗർ തിങ്സ് ഔട്ട്. സോ ലെറ്റ്സ് ഫിഗർ തിങ്സ് ഔട്ട് ടുഗെദർ. ഒരുമിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഒരുമിച്ച് നിങ്ങൾ നിങ്ങളുടെ കുറേ ഐഡിയാസ് എങ്ങനെയാണ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഐഡിയാസ് നിങ്ങളും ഷെയർ ചെയ്യുക. നിങ്ങൾ പുതിയ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണേ, എന്തൊക്കെ ടിപ്സാണ്, ഇപ്പോൾ വല്ല ഹാബിറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്യണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട്
ഞാൻ അതാണ് ഇപ്പോൾ ചിന്തിക്കണത്. യൂട്യൂബും അതുപോലെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒപ്പം തന്നെ ഞാനും എൻ്റെ ലൈഫും ഇമ്പ്രൂവ് ചെയ്യാം, ഗ്രോ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനും ചിന്തിക്കണത്. അപ്പോൾ എനിവേസ് ഞാൻ ഈ വീഡിയോ ഇടാണ്. എനിക്കറിയില്ല നിങ്ങളിപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ ഇത് കണ്ടുണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം വളരെ ചുരുക്കം ആളുകളാണ്, മേ ബി എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും മേ ബി ഈ വീഡിയോ ഫുള്ള് തന്നെ കാണുന്നുണ്ടാവുള്ളൂ. സോ ഇനിയായിട്ടുള്ള വീഡിയോസ് ആയാലും ഐ ഹോപ്പ് ഐ വിൽ ബി മൈ സെൽഫ്. എനിക്ക് കുറച്ചും കൂടിയും ആ ഒരു എൻ്റെ ഹാർട്ട് ആ ഒരു വീഡിയോയിൽ ഓരോ വീഡിയോസിലും സമർപ്പിക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ്. ഇങ്ങനെ കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിച്ച് ഒന്നാമത് ഇപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. സോ അതൊക്കെ തന്നെയാണ് ഗൈസ്. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. വളരെ നല്ല കാര്യം. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ എന്താ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിരിക്കണം. ഇതെന്തുവാ ഇത് അങ്ങനെ ഇരിക്കുന്ന. ഓക്കെ എന്താണ് ഒന്നാമത് എൻ്റെ സ്റ്റാൻഡ് ശരിയല്ല. ഇതെന്താ 6 പാക്കോ? എനിവേസ് ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. സോ ഇത്ര നേരം ഈ വീഡിയോ കണ്ടവർക്ക് താങ്ക് യു ഗൈസ്. ആൻഡ് ഇനി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കുനിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഒരു ട്രൈപോഡിൽ, ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് തലകുത്തനെ നിൽക്കുന്നത്. ഞാൻ വീഡിയോ ഇടും. സോ ഡു വാച്ച് ഇറ്റ് ഗൈസ്. ബൈ ബൈ, താങ്ക് യു.